അമ്മേ, നമ്മൾ എത്ര മണിക്ക് ഇറങ്ങാം? നമ്മളിപ്പോ ഇറങ്ങാ മോളെ. അല്ല, നീ എന്താ സാരി മാറ്റാത്തത്? സാരി അതാ ബെഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടമ്മേ. പക്ഷെ എനിക്ക് സാരി വേണ്ട. സാരി ഉടുത്താൽ ശരിയാവില്ല. ഞാൻ ഏതെങ്കിലും നല്ലൊരു ചുരിദാർ ഇട്ടോളാം. അമ്മ സമയം പറ, എന്നാ പിന്നെ പോകുമ്പോ മാറ്റിയാൽ മതിയല്ലോ. അയ്യോ, അത് പറ്റില്ല. ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഒരു സാരി എടുത്തിട്ട് വന്നതാ. നമ്മുടെ തറവാട്ടിലേക്കാ പോകുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ വരാനുള്ളതാ. വീട്ടിൽ പോയി അത് കഴിഞ്ഞ് അമ്പലത്തിലേക്കൊക്കെ പോകേണ്ടതാ. സാരി എടുത്തിട്ട് പോയാൽ മതി. കല്യാണത്തിന് വരാത്ത ഒരുപാട് ബന്ധുക്കാരും കുടുംബക്കാരും ഉണ്ട്. അവരുടെ മുൻപിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോളെ, ആ പാലക്ക് നെക്ലസും അവിടെ താഴെ വലിയൊരു മാലയില്ലേ, അതും ഇട്ടോ. എല്ലാവരും കാണട്ടെ. അല്ലെങ്കിൽ എന്ത് വിചാരിക്കും അറിയോ? സ്വർണത്തിന് വില കൂടിയതുകൊണ്ട് എന്റെ മരുമകൾ ഒന്നും കൊണ്ടുവന്നില്ല വിചാരിക്കും. അതൊക്കെ ഇട്ടിട്ട് വേണം നമുക്കൊന്ന് പോകണമെങ്കിൽ. അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് സാരി എടുത്ത് വരാൻ പറ്റില്ലമ്മേ. അന്ന് നമ്മൾ പോയപ്പോ തന്നെ ഒരുമാതിരി കുന്നും മലയൊക്കെ നിറഞ്ഞ സ്ഥലല്ലേ. ഞാൻ അന്ന് സാരിയും ഇങ്ങനെ ചുരുട്ടി പിടിച്ചാ നടന്നത്. അന്ന് കഷ്ടകാലത്തിന് മഴയുണ്ടായിരുന്നു. ആരെ ബോധിപ്പിക്കാനാണെങ്കിലും എനിക്ക് സാരി എടുത്ത് വരാൻ പറ്റില്ല. ഞാൻ ചുരിദാർ ഇട്ട് വരാൻ പറ്റും. അതേ എനിക്ക് പറ്റൂ. അതല്ലല്ലോ മോളെ, നമ്മുടെ ബുദ്ധിമുട്ടല്ലേ നമ്മൾ നോക്കേണ്ടത്. നാട്ടുകാരെയും കുടുംബക്കാരെയും ബോധിപ്പിക്കണം. എനിക്ക് അത്രേ വേണ്ടിയുള്ളൂ. എന്നാ പിന്നെ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ആ സാരി എന്നെക്കാളും കൂടുതൽ അമ്മയ്ക്ക് നന്നായിട്ട് ചേരും. പിന്നെ അതിന്റെ കൂടെ എന്റെ പാലക്ക് നെക്ലസും ആ വലിയ മാലയില്ലേ, അത് അമ്മ ഇട്ടോ. അതാവുമ്പോ ആരെയും ചോദിച്ചാൽ പറഞ്ഞാൽ മതി ഇത് മരുമോള് കൊണ്ടുവന്നാണെന്ന്. അപ്പൊ പിന്നെ നാട്ടുകാരെ പേടിക്കണ്ടല്ലോ. അമ്മയ്ക്ക് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഞാനും കൂടി കൂടാ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ആയില്ല. വേഗം ഇറങ്ങാലോ. വേണ്ട വേണ്ട, നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട. പോയിട്ടേ ആ ബുക്കും വായിച്ച് മിണ്ടാതിരുന്നു. അതെന്താ, ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ആണോ? അമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോ ഞാൻ ബുക്കും വായിച്ച് അവിടെ ചെന്നിരിക്കാൻ? അമ്മ നേരത്തെ ആ ചേച്ചിനോട് സംസാരിച്ച് നിൽക്കാൻ പോയപ്പോഴേ ഞാനൊരു ബുക്ക് എടുത്ത് വായിച്ചു എന്നേ ഉള്ളൂ. ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ ചെയ്തോളാം. എനിക്കതൊക്കെ അത്രേ ഉള്ളൂ. അമ്മ പോയി റെസ്റ്റ് എടുത്തോ. ഓ, അപ്പൊ എന്നെ ഒരു ഭാഗത്തിരുത്തിയിട്ട് വീട് ഭരിക്കാനാണ് ഭാവം. അതല്ല മോളെ, നീ ഇപ്പൊ വന്ന് കേറിയല്ലുള്ളൂ. ഇവിടെ ചിട്ടുകൾ നീ അറിഞ്ഞു തുടങ്ങിയിട്ടില്ലല്ലോ. നീ ഇപ്പൊ പേയ്ക്കോ, ഞാൻ പതുക്കെ പതുക്കെ പഠിപ്പിച്ചു തരാം കേട്ടോ ഇവിടുത്തെ ഓരോ കാര്യങ്ങള്. അയ്യോ, ഒരു അടുക്കളയിൽ ഇതിന് മാത്രം എന്ത് ചിട്ടയാമ്മയുള്ളത്? എന്റെ വീട്ടിലില്ലാത്ത അടുക്കളയൊന്നും അല്ലല്ലോ. അവിടെ ഞാൻ എല്ലാ പണിയും ചെയ്യാറുണ്ട്. മീൻകറി ഉണ്ടാക്കല്ലേ ഊന്ന്. അടിപൊളി ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. അമ്മ പോയി റെസ്റ്റ് എടുത്തോ. തന്നെ അമ്മേ, തന്നെ. ഒക്കെ ഞാൻ മുറിക്കാം. ഉള്ളിയ അമ്മ പോയിക്കോ. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഓവർ സ്മാർട്ടാണ് ആ പെണ്ണ്. ഇന്നിപ്പോ എന്താ പ്രശ്നം? ഞാനിപ്പോ അവളോടത്ത് പറഞ്ഞു തറവാട്ടിൽ ചുരിദാർ ഇട്ടാ സാരി ഉടുക്കുന്നുള്ളത്. അവള് പറയും അത് പറ്റില്ല, ഞാൻ ചുരിദാർ ഇടുള്ളൂന്ന്. അവ വാങ്ങിക്കൊടുത്ത ആൾക്ക് എന്ത് വിലയാ ഉള്ളത്? അവൾ അങ്ങനെ പറഞ്ഞു? പറഞ്ഞോന്നോ? അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു സാരി ഉടുത്തിട്ട് പോകുമ്പോ പാലക്ക് നെക്ലസും താഴെ വലിയൊരു മാല ഇടുന്നുള്ളത്. അമ്മ വേണം കിട്ടോളെ, നാട്ടുകാർ ചോദിച്ചാൽ ഇത് മരുമോളിന്റെയാണ് പറഞ്ഞാൽ മതി എന്നുള്ളത്. എന്താടാ അത്? ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പറയോ അമ്മായിമാരോട്? അമ്മ, കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ ഏട്ടാ, ഇവിടെ പോയി വന്നിട്ടേ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് ഒന്ന് പോണം. അതെന്തിന്? എന്തിന്? അത് എന്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് വീട്ടില്, അതെടുക്കണം. അതില്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല. കുറെ വർക്ക് ഉള്ളത്. അതെന്തിന്? ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റൊന്നുമില്ല. 2 ആഴ്ച മുൻപ് പോയി വന്നതല്ലേ. നാണക്കേടല്ലേ ഇത്? നാണക്കേട് ആർക്ക്? അവൻ ജോലിയും പണിയൊക്കെ ഉള്ളതാ. അല്ലാണ്ട് നിന്റെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരലല്ലേ പണി. എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ ഇവിടെ നിന്നോട്ടെ. ഞാൻ പോയിട്ടേ ഒരു 2 ദിവസം നിന്നിട്ട് വരാം. ഏട്ടന്റെ കൂടെ കാറിന് പോവാണെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരാൻ വിചാരിച്ചാ. ഇതിപ്പോ എനിക്ക് ബസ്സിനല്ലേ പോകാൻ പറ്റൂ. ഞാൻ എന്തായാലും 2 ദിവസം നിന്നിട്ട് വരാം. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. അവളുടെ ഇഷ്ടം അവളെ തീരുമാനം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാലോട്ട് അവൾ അനുസരിക്കൂല്ല. മോനെ, ഞാൻ എന്താണ് വിചാരിച്ച് അത് തന്നെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? തൻ്റെടി പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് കേറി ഒരെണ്ണം. എടാ, ഞാൻ പറയുന്ന ഒരു വാക്കിനും വിലയില്ല.
എല്ലാത്തിനും അവൾക്ക് അവളുടേതായിട്ടുള്ള തീരുമാനങ്ങളാ. എന്റെ അമ്മ അങ്ങനൊന്നുമില്ല. അമ്മയ്ക്ക് വെറുതെ തോന്നാണ്. അവള് വേറെ ചുറ്റുപാട് വന്നല്ലേ, അല്ലാണ്ട് വേറൊന്നുമില്ല അമ്മേ. അങ്ങനെ വിട്ട് കളഞ്ഞേക്ക്, അതൊന്നും വലിയ കാര്യാക്കണ്ട. ഇത് ചുറ്റുപാടൊന്നുമല്ല, അഹങ്കാരം. ഞാൻ പറഞ്ഞു കുറച്ച് വിരുന്നൊക്കെ ഉണ്ട്, കുറച്ചും കൂടി കണ്ട് ജോലിക്ക് പോയാൽ മതി, ഇപ്പൊ പോകണ്ടാന്ന്. എനിക്ക് വിരുന്നൊന്നും പോകാൻ പറ്റില്ല. അവരതാ നേരെ റെഡിയാകാൻ വേണ്ടി മേലേക്ക് പോയിരിക്കുന്നു. അമ്മ പറഞ്ഞിട്ടും അവള് ജോലിക്ക് പോകാൻ റെഡിയായോ? അതെന്തായിരിക്കും അറിയുമേ, ചില അമ്മായിമാര് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മരുമക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടോളന്ന് ഒരു നിർബന്ധമല്ല. അതുകൊണ്ടേ അമ്മ അവളെ പുറകെ നടന്നിട്ട് നീ അത് ചെയ്യണ്ട ഇത് ചെയ്യണമെന്ന് പറയാൻ നിൽക്കണ്ട. അത് ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പിന്നെ നിങ്ങൾ അവളുടെ റിലേഷൻ ചിലപ്പോൾ പ്രശ്നത്തിലാവും. ഇനി അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ശരിയാവും. അത് വലിയ കാര്യമാക്കാനൊന്നുമില്ല. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അവള് ജോലിക്ക് പോകാണ്ട് വീട്ടിൽ നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇതിപ്പോ അമ്മായിമ്മ പറഞ്ഞു, മരുമകള് കേട്ടില്ല, അതൊന്നും അല്ല പ്രശ്നം. നീ പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. ഇതിപ്പോ ഞാൻ പറയട്ടെ, അവള് കേട്ടില്ല, അതങ്ങ് പോകട്ടെ. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെ. ഇപ്പൊ ഭർത്താവ് പറഞ്ഞിട്ട് ഭാര്യ അനുസരിച്ചില്ലെങ്കിലോ? വെറുതെ നിനക്ക് നാണക്കേട് വേണോ മോനെ? അമ്മേ, ഇതിപ്പോ ഞാൻ അവളോട് പറയുകയും ചെയ്യും, അവൾ അനുസരിക്കുകയും ചെയ്യും. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അവള് ജോലിക്ക് പോകാണ്ട് വീട്ടിലിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റു. അമ്മ നോക്കിക്കോ. അതെ, നമുക്ക് ഇത്രയും തിരക്കിട്ട് ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് പോയ പോലെ. കല്യാണം ജസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അയ്യോ അതൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ എത്ര ദിവസം ലീവ് എടുത്തു വിചാരിച്ചാ? ഇനിയും പോയിട്ടില്ലെങ്കിലേ അതെന്റെ ജോലിനെ ബാധിക്കും. ജോലി ഇമ്പോർട്ടന്റ് അല്ലേ? വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? അത് ശരി. അപ്പൊ നിന്റെ ഭർത്താവ് പറയുന്ന ഒപ്പീനിയൻ നിനക്ക് 5 വയസ്സിന്റെ വാല്യൂ. സാധാരണ ഈ സമയത്തെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചിട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. എന്നിട്ട് ഭർത്താക്കന്മാര് പറയുന്നത് ഭാര്യമാർ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും. ഇവിടെ ഞാനൊന്ന് പറയുന്നു, നീ നിന്റെ വഴിക്ക് പോകാനും നിൽക്കും. അതിന് ഏട്ടൻ പറയുന്ന എന്ത് കാര്യം ഞാൻ കേൾക്കാണ്ടിരുന്നിട്ടുള്ളേ? എന്നോട് കുറച്ച് ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞ് ഞാൻ എടുത്തില്ലേ. ഇനിയും ഒരു മാസം ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാ അതെങ്ങനെയാ ശരിയാകുക? സപ്പോസ് ഞാനിപ്പോ ഏട്ടനോട് പറയാം, ഏട്ടൻ ജോലിക്ക് പോകണ്ട, 3-4 മാസം ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന പറഞ്ഞാൽ കേൾക്കോ? അത് പിന്നെ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെ എനിക്കും. പിന്നെ ഇന്ന് ഓഫീസിൽ വരുമ്പോൾ ഞാൻ കുറച്ച് വൈകും. എന്തിന്? അടുത്ത ആഴ്ച എല്ലാവരും കൂടി ഒരു ടൂറ് പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് തിങ്സ് വാങ്ങാനുണ്ട്. കുറച്ച് ഡ്രസ്സ്, ഷോള്, പിന്നെ അതിനുള്ള ബാഗ്, ചെരുപ്പ്, പിന്നെ ഞങ്ങളുടെ കുറച്ച് ലേഡീസ് ഐറ്റംസ്. അപ്പൊ ഇന്നാണ് എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് വരാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. ഒരു 2 മണിക്കൂർ ലേറ്റാ. അത് പറ്റൊന്നുമില്ല. പിന്നെ നടക്കുന്ന കാര്യമല്ല നീ പറയാം. ഇപ്പൊ ജോലിക്ക് പോകുന്ന തന്നെ നിന്റെ ഇഷ്ടത്തിനാണ് നീ പോകുന്നത്, അല്ലാണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നെ വിടുന്നൊന്നുമല്ല. അതിനിടയ്ക്ക് ടൂറും ഫ്രണ്ട്സിനും എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഇല്ലേ, അവർക്ക് എന്നോട് ഞാൻ എന്ത് സമാധാനം അവരോട് പറയും? ഇതൊക്കെ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? ഇതെന്റെ പേഴ്സണൽ കാര്യമല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആളാണ് എന്റെ ഹസ്ബൻഡ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പിന്നെന്താ? അത് പോരാ. നമ്മളെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ പല ആൾക്കാരെയും ബോധിപ്പിക്കേണ്ട വരും. പിന്നെ എല്ലാവരും നീ തന്നിഷ്ടക്കാരി എന്ന് പറഞ്ഞു നടക്കും. അതും കേട്ട് ഞാനിങ്ങനെ ഈ നാട്ടിൽ കൂടെ നടക്കണം? വേണ്ടാത്ത ഓരോ പരിപാടി. ടൂർ തൽക്കാലം നീ പോകണ്ട, നിനക്ക് എവിടെയും പോകണേ ഞാൻ കൊണ്ടുപോകാം. അതുമല്ല, ഇതൊക്കെ മോശമാണ് ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോകാന്ന് പറയുന്നത്. എന്ത് മോശം? ഇതിൽ ഒരു മോശം എനിക്ക് തോന്നുന്നില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ ഇഷ്ടംപോലെ എന്റെ കൊളീഗ്സിന്റെ ഒപ്പം ടൂർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്. കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഇതൊക്കെ മോശമാണെന്ന് പറഞ്ഞ ബന്ധുക്കളെയൊക്കെ പേടിച്ചിട്ടേ ഇതൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പൊ ആരെങ്കിലും എന്നെ തന്നിഷ്ടക്കാരെന്ന് പറഞ്ഞാൽ പറഞ്ഞോട്ടെ. ഞാനിപ്പോ അവർക്ക് ഭയങ്കര വാല്യൂ ഒക്കെ കൊടുത്താലേ പ്രശ്നമുള്ളൂ. എല്ലാവരെക്കാളും കൂടുതൽ വില ഞാൻ എനിക്കാ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം എന്റെ ഓഫീസിൽ നിന്ന് ടൂർ പോകുന്നുണ്ടെങ്കിലേ അതെന്റെ ജോലിന്റെയും കൂടി ആവശ്യമുള്ളതാ. അതും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാ, അല്ലാണ്ട് നാട്ടുകാരുടെ അടുത്തുനിന്നും വീട്ടുകാരുടെ അടുത്തുനിന്നും കടം വാങ്ങിയ പൈസ കൊണ്ട് പോകുന്നതല്ല. അതുകൊണ്ട് ആർക്കും ഇത്ര പൊള്ളേണ്ട കാര്യമൊന്നുമില്ല. അവനവന്റെ കാര്യം നോക്കാൻ തന്നെ സമയമില്ല. അതിന്റെ ഇടയ്ക്കാണ് നാട്ടുകാരെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നത്. ഞാൻ ഇനി നിന്ന് ഒരുപാട് വൈകും. വേഗം ഇറങ്ങാൻ നോക്കട്ടെ. എത്ര മാസം ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു? 2 അതോ 3? അതാ ജോലിക്കേ പോകുന്നില്ല എന്ന് പറഞ്ഞോ?
അതിപ്പോ അമ്മ അവള് ജോലിക്കല്ലേ പോകുന്നത്, പോയിക്കോട്ടെ. അതിലിപ്പോ എന്ത് പറയാനുള്ളത്? ഓ ആയിക്കോട്ടെ, എന്തായാലും ജോലിക്ക് പോകണ്ട പറയണ്ട. അപ്പൊ ടൂറോ? അതും കേട്ടോ അമ്മ. അതിപ്പോ അവളുടെ ഓഫീസിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്തോ ഒരു അങ്ങനെ. അതന്നെ ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ടും പറ്റില്ല, നിന്നെ കൊണ്ടും പറ്റില്ല. നാളെ രാവിലെയാണ് ടൂർ പോകുന്നത്. ഒരു 5:30 ആവുമ്പോ ബസ് എത്തും. അവര് ജംഗ്ഷനിൽ നിർത്തുന്നാ പറഞ്ഞത്. ഞങ്ങള് കുറച്ചു പേരുണ്ടല്ലോ ഇവിടുന്ന്. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. നീ തൽക്കാലം പോണ്ട, തന്നെ തീരുമാനിച്ചല്ലേ പോവാൻ നിൽക്കുന്നത്, അല്ലാണ്ട് എന്റെ സമ്മതം കിട്ടിയിട്ടൊന്നല്ലല്ലോ. തന്നിഷ്ടേ അത് ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയും, നീ അനുസരിക്കും, അത് ചെയ്താൽ മതി. ഇതിപ്പോ എന്താ പറ്റിയത്? എല്ലാം തീരുമാനിച്ചു വെച്ചതല്ലേ. ലാസ്റ്റ് മൊമെന്റ് പോവാൻ നിൽക്കുമ്പോ പോണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? നീ പോകുന്നതിന് മുമ്പേ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അന്ന് നിനക്ക് പോകാൻ പറ്റുമോ, ഇങ്ങനെ എന്തെങ്കിലും നീ എന്നോട് ചോദിച്ചോ? ഇല്ലല്ലോ. ഇതൊരു കുടുംബാണ്. അപ്പൊ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നുകൂടെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നില്ല. ഇവിടെ അതിന് എന്ത് കാര്യം ഉള്ളത്? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ? ഇത്രയും മാസം ഞാൻ ഇവിടെ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. ഞാൻ ടൂർ പോകുന്ന കാര്യം ഇന്നും ഒന്നല്ലേ വന്ന് പറഞ്ഞല്ലോ, ഒരാഴ്ച മുമ്പേ പറഞ്ഞതാ. അന്നേരം നിങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ എന്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതാ. അപ്പൊ നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയെങ്കില് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ അതിനല്ലേ പ്രയോറിറ്റി കൊടുക്കൂ. അത്രയും ഞാനും ചെയ്തിട്ടുള്ളൂ. എന്റെ ജോലി എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും പോകുമ്പോ എനിക്ക് മാത്രം വിട്ടു നിൽക്കാൻ പറ്റില്ല. നിർത്തടി. കുറെ കാലമായി അവള് തുടങ്ങിയിട്ട്. നിങ്ങൾ അത് ചെയ്യുന്നില്ലേ, നിങ്ങൾ ഇത് ചെയ്യുന്നില്ലേ, അവന് എനിക്ക് എന്തുകൊണ്ട് ചെയ്തൂടാ? ഞാൻ ചെയ്യുന്ന ഒക്കെ നീ ചെയ്യോ? എനിക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ. അതൊക്കെ നീയും പുറകെ വന്നിട്ട് ചെയ്യാൻ നിൽക്കുവോ? ഭാര്യമാരായാലേ കുറച്ച് അടക്കോ ഒതുക്കോ വേണം. അല്ലാണ്ട് നിന്നെ പോലെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കല്ല. അവൾക്ക് അവളുടെ ഇഷ്ടം, അവളുടെ കാര്യങ്ങള്. പിന്നെ ഞാനൊക്കെ എന്തിനാ അവിടെ? എന്ന് വെച്ചാ നിങ്ങളുടെ ഇഷ്ടമില്ലാണ്ട് എനിക്കിവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതാണോ ഈ പറഞ്ഞു വരുന്നത്? അത് തന്നെ ഞാൻ പറയുന്നത്. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നീ ഇവിടെ ചെയ്യാൻ പാടില്ല. ഞാൻ പറയും, നീ അനുസരിക്കും. നിന്റെ ടൂർ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തേക്കും. 2 ദിവസം കഴിഞ്ഞിട്ടേ എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പൊ നീ ഇവിടെ വേണം. എന്ത് പരിപാടി? ഇത് പെട്ടെന്ന് ഉണ്ടായതാണല്ലോ. അതെ, പെട്ടെന്നുണ്ടായതാ. ഇത് ഇപ്പൊ തീരുമാനിച്ചതുള്ളൂ. ഒരു 4-5 ദിവസേ ഞാനിവിടെ ഉണ്ടാവില്ല. എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ ബാംഗ്ലൂർ വരെ പോവുക. അമ്മേനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നീ എന്തായാലും ഇവിടെ വേണം. നീ നിന്റെ ടൂർ അങ്ങോട്ട് ഒഴിവാക്കിയേക്കും. അപ്പൊ ഞാൻ അമ്മയ്ക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാം ഒഴിവാക്കി ഇവിടെ ഇരിക്കണം? നിങ്ങളുടെ ചെറിയൊരു കാര്യമല്ലേ, ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, അത്രയല്ലേ ഉള്ളൂ. അതൊന്ന് ഒഴിവാക്ക്, അല്ലെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്ക്. ഞാൻ ടൂറെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പോ. ഇപ്പൊ എന്റെ എല്ലാം അത്ര അത്യാവശ്യമുള്ള കാര്യം ഒഴിവാക്കി ഞാൻ ഇരിക്കേണ്ട ആവശ്യം എന്താ? അതങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ വഴിക്കും നീ നിന്റെ വഴിക്കും പോവാണെങ്കിലേ എന്നാ പിന്നെ ഞാൻ കല്യാണം കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയണോ നിനക്ക് ടൂർ പോകണം അതുകൊണ്ട് അവന്റെ പാർട്ടി മാറ്റി വെക്കുന്നത്? ഞാൻ പറയും, അത് മാത്രം നീ അനുസരിച്ചാൽ മതി. ഇത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാനും കൂടി ടൂർ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് അവർ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത് ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചു പറയാം ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞാല് അതൊന്നും ശരിയാകില്ല. എന്ത് കാരണോ പറയാ? കാരണങ്ങൾക്കാണോ പഞ്ഞം? എടി നീ അവരോട് ചെന്ന് പറ, നിന്റെ ഹസ്ബൻഡിന് നിന്നെ ടൂറിന് വിടുന്നതിന് ഒരു താല്പര്യമില്ല. പിന്നെ പുള്ളിക്കാരന് വേറെ എവിടെയൊക്കെ പോകാനുണ്ട്. ആ സമയത്ത് അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അമ്മേനെ ഒറ്റയ്ക്കിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് നീ പോകുന്നില്ല. അതങ്ങോട്ട് പറഞ്ഞാൽ മതി. എടി, കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങൾക്കും കുടുംബത്ത് പറഞ്ഞ ആണുങ്ങൾക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. എല്ലാവർക്കും ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷേ നിന്നെ പോലെ തന്നിഷ്ടം കാണിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ വേറെ ഒരു വീട്ടിലുണ്ടാവില്ല. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇഷ്ടങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഭാര്യമാര് സ്വന്തമായിട്ട് ഒരു തീരുമാനവും എടുക്കരുത്. ഭർത്താക്കന്മാർ എന്താണോ പറയുന്നത് അത് അതുപോലെ അനുസരിക്കണം. നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാം, ഏത് സമയത്തും പോകാം. പക്ഷെ എനിക്ക് എൻ്റെ ഓഫീസിലെ കാര്യമാണെങ്കിലും നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് പോകാൻ പാടില്ല. നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞാൽ പോകരുത്, പോയിക്കോന്ന് പറഞ്ഞാൽ പോകാം. അല്ലേ? അതാണ് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്.
ആ ഇത്രേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് കാര്യം പിടികിട്ടിയില്ലേ? കല്യാണത്തിന് മുമ്പേ ഒരുപക്ഷെ നീ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാവും, കൊളീഗ്സിന്റെ കൂടെ ടൂർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടം ഡ്രസ് ഇട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴേ നീ വേറൊരു കുടുംബത്തിലുള്ളത്. ഈ കുടുംബത്തില് ഇവിടുത്തേതായ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നീയേ ഈ കുടുംബത്തിന്റെ രീതിക്ക് അനുസരിച്ച് നീ നിന്നെ മാറ്റിയേ പറ്റൂ, അല്ലാണ്ട് നിനക്ക് വേറെ വഴിയൊന്നുമില്ല. ഇപ്പോഴാണ് നീ നട്ടലുള്ള ഒരു ആൺകുട്ടിയായത്. ഇത് ഇവളോട് നേരത്തെ പറഞ്ഞാണെങ്കിലേ ഇത്രയും കേറിപ്പോകില്ലായിരുന്നു. ഞാൻ വേണ്ട വേണ്ടെന്ന് വിചാരിച്ച് വിട്ടതാ, പക്ഷെ ഇവളെന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ആഹാ, അപ്പൊ നിങ്ങൾ ചാടാൻ പറയുമ്പോ ചാടിക്കളിക്കുകയും ഓടാൻ പറയുമ്പോ ഓടുകയും ചെയ്യുന്ന ഒരു പാവയായിരുന്നു നിങ്ങൾക്ക് ആവശ്യമല്ലേ, അല്ലാണ്ട് ഒരു ഭാര്യയല്ല. ഞാൻ ജോലിക്ക് പോകുമ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നമില്ലല്ലോ. കാരണം ഞാൻ മാസം മാസം ശമ്പളം കൂടെ നിങ്ങളുടെ രണ്ടാളുടെയും കയ്യിൽ വെച്ചിരും. അതുകൊണ്ടല്ലേ അത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത്. അപ്പൊ എന്റെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമല്ലേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സേ ഞാൻ ഇടാൻ പറ്റൂ. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോകുമ്പോഴേ ഞാൻ അമ്മയോട് പറയാ, അമ്മ ഒരു കാര്യം ചെയ്യും, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടി ഉണ്ട്, അമ്മ വാ, പക്ഷെ ജീൻസും ടോപ്പും ആയിരിക്കണം വേഷം എന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കും. അതുപോലെ തന്നെയല്ലേ എന്റെ കാര്യം. ഇത് ഇവിടുന്ന് ഞാൻ ടൂർ പോകുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അതെനിക്കറിയാം. ഈ കഥകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞല്ലേ. ഇതൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എങ്ങോട്ടും പോകാൻ പാടില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലായിടത്തും പോകാം. കാരണം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടത്തിനുള്ള പോക്കാണല്ലോ, ഞാനാണല്ലോ അവിടെ തീരുമാനം എടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യ ഒരു തീരുമാനം എടുക്കാണ്ട് നിങ്ങളെയൊക്കെ ഇങ്ങനെ പേടിച്ച് അനുസരിച്ച് ഇങ്ങനെ കഴിയണം. കല്യാണത്തിന് മുമ്പ് നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു, നിനക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ കല്യാണത്തിന് ശേഷം അതൊന്നും പാടില്ല, ഇവിടുത്തെ ചിട്ടയ്ക്ക് അനുസരിച്ച് നീ മാറിയേ പറ്റൂ എന്ന് പറഞ്ഞാല് എന്റെ കുടുംബത്തിലെ ചിട്ടയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? നിങ്ങളുടെയും കല്യാണം കഴിഞ്ഞാണല്ലോ. എന്റെ കുടുംബത്തിലെ രീതികളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതിനനുസരിച്ച് നിങ്ങൾ മാറ്, അമ്മയും മാറ്. ഞാൻ പറയാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അത് നടക്കുന്ന കാര്യ. ഓരോരുത്തരും കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ വ്യക്തികളാ. അവർക്കൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സ്വന്തമായിട്ട് തീരുമാനങ്ങളും ഉണ്ടാവും. സ്വന്തമായിട്ട് തീരുമാനമുള്ള പെണ്ണേ തന്നിഷ്ടക്കാരിയല്ല, വിവരമുള്ളവിടെ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവുമാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടത്. അമ്മ പിന്നെ കുറച്ച് പ്രായമുള്ള ആളല്ലേ, അപ്പൊ അമ്മേന്റെ ചിന്തകൾ മാറാൻ അമ്മയ്ക്ക് പാടായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ കാലഘട്ടത്തിലല്ലേ, നിങ്ങൾക്കെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചൂടെ? ഈ ഭാര്യമാരെ അടിച്ചമർത്തിയിട്ടേ ഭരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ചും മനസ്സിലാക്കിയും ജീവിക്കാൻ പഠിക്കും. അങ്ങനെയാണെങ്കിൽ നാലാളെ മുമ്പിൽ ചെന്നിട്ടേ ഇതെന്റെ ഭർത്താവാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും.